ഹായ് ചെയ്യാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7 മണിയായിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ പുകയൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പാണ്, ടൈറ്റ് തണുപ്പാണ്. രാവിലെയൊക്കെ എണീറ്റ് കുളിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ എന്നാലും കൂടെയൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. സൺറൈസ് കാണുന്നുണ്ടോ അറിയില്ല, പൊട്ടി വരുന്നുള്ളൂ. ഏതായാലും സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ചെറിയൊരു യാത്ര പോകാനുള്ള പരിപാടിയിലാണ്. അതായത് ഞങ്ങൾ മാത്രമല്ല, ഞാനും ചിന്നും കുട്ടിയുണ്ട്, പിന്നെ പ്രേത്തും അവൻ്റെ ഫാമിലിയുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വരും. അവന് പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞങ്ങൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏതാണ്ട് 170ഓളം കിലോമീറ്റർ ഉണ്ട് നമ്മൾക്ക് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക്. 170 കിലോമീറ്റർ ഞങ്ങൾ ഈ നേരത്തെ പോകുന്ന വൈകുന്നേരം പിടിക്കുക എന്ന് കരുതിയിട്ടാണ്. അതായത് ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തുണ്ടാവും. പിന്നെ ശരിക്കും ഇന്നലെ പോവുകയാണെങ്കിൽ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്താണ്ടൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ വേണ്ടെന്ന് വെച്ചിട്ടാണ് പകൽ റൺ ചെയ്യാം എന്ന് കരുതിയിട്ട് റിട്ടേണിൽ നൈറ്റ് റണ്ണിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഴുവനായിട്ടും നമ്മൾ പറശ്ശിനിക്കടവ് പോയി റിട്ടേൺ വരുന്ന മുഴുവൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും മറക്കരുത്. ആര്യൻ്റെയൊക്കെ എന്തായി നോക്കാം. ഓരോരൊക്കെ തീരെയില്ല, അതുകൊണ്ടാണ് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. കഴിഞ്ഞാ നോക്കട്ടെ, ഡ്രസ്സ് ഉണ്ടോ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കൂ. കണ്ണൊക്കെ അരിക്കണം. മുടിമെന്താ നോക്കട്ടെ, തല കത്തിക്ക. കൊള്ളാം. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഇനി വണ്ടി വരട്ടെ. വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. 7 മണിയായി. ഒരു 6:45 അവർ വരാമെന്ന് പറഞ്ഞായിരുന്നു. രാവിലത്തെ തണുപ്പുണ്ടേ കുട്ടികൾ ചിലപ്പോൾ എണീറ്റുണ്ടാവില്ല, അല്ലെങ്കിൽ കുളിക്കാനുള്ള ബുദ്ധിമുട്ട്, പല കാരണം ഉണ്ടാവും. രാവിലത്തെ ഇല്ലേ തണുപ്പില്ലേ? അതന്നെ പറഞ്ഞു. ധരിക്കുണ്ടോ? ഓളെ വള്ളമൊക്കെ ഓക്കെ. ഇതാരും ഉണ്ടെന്നാ മാമേ. മാമ ശബരിമലക്ക് പോയിട്ട് കൊണ്ടുവന്ന വള്ളയാണ്. സൂപ്പർ അല്ലേ? ഇങ്ങോട്ട് പോരണ്ട, അങ്ങോട്ട് പറഞ്ഞോളി. പിന്നെ സമയം 7:15. 7:20 ആ റേഞ്ചൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾക്ക് സ്റ്റാർട്ടിങ് ആണ്. ഇതാണ് നമ്മുടെ പുതുവണ്ടി. ബൈക്കൊക്കെ വല്ല പണിക്കും പോയിക്കൂടെയാവോ? ഓക്സിജൻ കൊണ്ടാണ് എല്ലാവരും ഉണ്ട് ചെങ്ങന്മാരെ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:20 ഇത് ഞങ്ങളുടെ വണ്ടൂർ ടൗണിൽ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലിയൊക്കെ സ്വീപ്പായി നിൽക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ ആവാം. 7:20 ഉള്ളൂ. അപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകൾ തന്നെ. അപ്പോൾ ഞങ്ങളങ്ങനെ മഞ്ചേരി ഭാഗത്തേക്കുള്ള റൂട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ മഞ്ചേരിയാണോ? അല്ല, എടവണ്ണ അരീക്കോടല്ലേ? എടവണ്ണ അരീക്കോട്. അപ്പോൾ പ്രേത്ത് ആണ് നമ്മളുടെ ഡ്രൈവർ. ഞാൻ ഫ്രീ ആയിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഇന്ന് എൻ്റെ പണി ഫുള്ളായിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. ഓൻ്റെ പണി ഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഇല്ലല്ല, എത്രയായി വണ്ടി എടുത്തിട്ട്? 20ാമത്തെ ദിവസം. 20ാമത്തെ ദിവസം 1000 കിലോമീറ്റർ 1800 കഴിഞ്ഞു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ വണ്ടി എടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവന് ഊബർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്, ഊബർ ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എവിടെ ഓടണേ? എറണാകുളത്തേക്കല്ലേ? ഞങ്ങളിവിടെ കാലിക്കറ്റ്, ആദ്യം കോഴിക്കോട് കരുതി മനസ്സിൽ. പിന്നെ നമുക്ക് കുറച്ചും കൂടി, പിന്നെ അവൻ്റെ ബ്രദറൊക്കെ ഉണ്ട് അവിടെ എറണാകുളത്തുണ്ട്. അവനവിടെ ഓടിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഓടുന്നില്ല അവിടെ. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ തന്നെ ആക്കാമെന്ന് കരുതിയിട്ട് അവന് എത്ര ദിവസം കൊണ്ട് പോകും? ബുധനാഴ്ചയായിട്ട്. അതായത് ഒരു 3-4 ദിവസം കൊണ്ട് അല്ലേ? എന്തായാലും ഒരാഴ്ച കൊണ്ട് അവിടെ എത്തുവാളോ ഉറപ്പാണ്. വണ്ടി എടുത്തിട്ട് 20 ദിവസമായിട്ടുള്ളൂ. പുതിയ വണ്ടിയാണ്. ഏതായിരുന്നു? ടൂറിസ്. അപ്പോൾ വണ്ടീനെ ഞാൻ ശരിക്കൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വണ്ടി കയറിയിട്ടല്ലേ ഉള്ളൂ. നമ്മളിനി അവിടെ ഇറങ്ങുമ്പോഴല്ലേ, എവിടെയൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഓൻ അങ്ങോട്ട് ഊബർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ, അപ്പോൾ മാക്സിമം അവനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അവന്.
വലിയൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ അവൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. എൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിച്ചാൽ അവനെ വിളിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിൻ്റെ, അതായത് വണ്ടിക്ക് ഒരു ഓട്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളുകളുണ്ടെന്നാണ് തീർച്ചയായിട്ടും അവനൊന്ന് കോൺടാക്ട് ചെയ്യുക. 14 കിലോമീറ്റർ പോകണ്ടുള്ളൂ. ആര്യപ്പത്തിന് ഛർദ്ദിച്ച് അവിടെ ഉറങ്ങി അല്ലേ? നിന്റെ മടിയിൽ ഒരാളുണ്ട്, ഉറങ്ങിക്കോ അല്ലേ? പ്രൈസിൻ്റെ ചെറിയ ചെക്കനാണ്. അപ്പോൾ ഞങ്ങൾ എടവണ്ണ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അരീക്കോട് നേരെ മുക്കം താമരശ്ശേരി അല്ലേ, അങ്ങനെയാണ് അവിടെ റൂട്ട് പോകുന്നത്. നമ്മളുടെ യാത്ര നമ്മളങ്ങനെ അരീക്കോട് എത്തിയിരിക്കുവാണ്. അരീക്കോടൊക്കെ ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ, അല്ലേ? അരീക്കോടൊക്കെ ഇങ്ങനെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണി ആയിട്ടുണ്ട്. 8 മണി ആയുള്ളൂ അല്ലേ? അപ്പം നമ്മൾ 7:20 പോകുന്നത്. അപ്പോൾ പിന്നെ അരീക്കോടിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു റേഞ്ചിക്കൊക്കെ എല്ലാ ടൗണും ഇങ്ങനെ തന്നെ ആയിരിക്കും, കടകളൊന്നും ഓപ്പൺ ആവില്ലല്ലോ. അത്യാവശ്യം വേണ്ടവർ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ, പിന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെയാണ് അരീക്കോട് ബസ് സ്റ്റാൻഡ്. അരീക്കോട് ബസ് സ്റ്റാൻഡാണ് അതിനുള്ളിൽ. പ്രൈത്ത് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു, ഞങ്ങൾക്ക് അറിയാമല്ലോ. ഓട്ടം മോശമായതുകൊണ്ടാണ് അവൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, ഓട്ടോ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അതിലേക്കൊന്നും ആരും വരരുത്, അതും വണ്ടിയൊക്കെ ഫൈനാൻസ് ഇട്ട് തീരെ വരരുത്. പ്രൈത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാല്ല, ഉള്ള കാര്യമാണത് അല്ലേ? നമ്മൾ ഉണ്മയും മാത്രമേ സൊല്ലുള്ളൂ. എന്തേലൊക്കെ ഒന്ന് പറഞ്ഞ. എൻ്റെ പേരെന്താ? നമുക്കിതിൽ പോവാം. അതായത് നമുക്ക് ഇതിലേ വേണമെങ്കിൽ പോവാം. ഇതിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാടാ, നമ്മൾ കൊയിലാണ്ടി പോയി അല്ലേ? ഇതിൽ പോകണേ താമരശ്ശേരി വേരാമ്പ്ര വഴി, അങ്ങനെ മുക്കം താമരശ്ശേരി ആ റൂട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ 2 റൂട്ടും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമുക്ക് ഫസ്റ്റ് റൂട്ട് ആ റൂട്ടാണ്, പക്ഷേ എങ്കിൽ അതിൽ 5 കിലോമീറ്റർ കുറവ് അല്ലേ? ഇതിൽ 5 കിലോമീറ്റർ നമുക്ക് കൂടുതലാണ്. അതുകൊണ്ടാണ്. പിന്നെ റോഡിൻ്റെ വിഷയത്തിൽ തിരക്കില്ലാതെ പോവാം. റോഡിൻ്റെ വിഷയത്തിൽ ഈ റോഡ് വലിയ മോശമൊന്നുമില്ല, അടിപൊളി റോഡാണ്. ചെങ്ങന്മാരെ, അപ്പോൾ ചാലിയാറിൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ വീണ്ടും അരീക്കോട്ടിലെ ചാലിയാറിൻ്റെ മേലെ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി അതിമനോഹരമുള്ള കാഴ്ച. അതിലെ വള്ളക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് മണൽ വരും, മണൽ വരാൻ പറ്റില്ലല്ലോ അല്ലേ? ഏതായാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ചയും കണ്ട് രാവിലെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ പോകുന്ന പോക്കിലെ അത് ഭയങ്കര ഒരു ഫീലാണ്. മോർണിംഗ് യാത്ര എന്ന് പറയുന്നത് അടിപൊളി തന്നെ. അഭി ഉറങ്ങിയാ? ഇല്ല. ഉറക്കണ്ട? ഇല്ല. അടിപൊളി. ഉറങ്ങും കുറച്ച് കഴിയട്ടെ. അതായത് ഞങ്ങൾക്ക് എടവണ്ണന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേറെ റൂട്ടും കൂടി ഉണ്ട്. അത് ഇതിലെയാണ്, അത് ഒതായി വഴി വരുന്ന റൂട്ടാണ്. ഞങ്ങൾ സാധാരണ ഓട്ടോ ഒക്കെ ആയിട്ട് വരുമ്പോൾ അതുവഴിയാണ് വരാറ്. പക്ഷേങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ ഒരു വണ്ടി ആയതുകൊണ്ടും പിന്നെ കുറച്ചുകൂടി നല്ല റോഡായിക്കോട്ടെ എന്ന് കരുതിയിട്ടും നമ്മൾ ഈ റൂട്ട് പിടിച്ചത്. ഇത് കൊള്ളാം അല്ലേ? അതിൽ പോരുമ്പോൾ നമുക്ക് കുറച്ച് മാറ്റല്ലേ, ദൂരത്തിന് എന്തോ ഒരു ദൂരം കുറവും അല്ലേ? കുറച്ച് കുറവാണ്. പക്ഷേങ്കിൽ ഒതായി വരെ എത്തുമ്പോഴേക്കും റോഡ് കുറച്ചൊക്കെ മോശമുണ്ട് ചില ഭാഗങ്ങളിൽ മാത്രം. എന്നാലും കുഴപ്പമില്ല. അല്ല, ഇപ്പം ഏറെക്കുറെയൊക്കെ കേരളത്തിലെ റോഡുകളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ വില്ലേജുകളിലൂടെ പോകുന്ന പോക്കറ്റ് റോഡുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി നമ്മൾ പോവാം, നമുക്ക് NH66 കിട്ടൂലേ? കയറൂലേ നമ്മൾ? അല്ലേ, എങ്ങനെ അറിയില്ല. അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ കയറിയിരുന്നത് കഴിഞ്ഞ യാത്രയിലല്ല, അതിൻ്റെ മുമ്പത്തെ യാത്രയിൽ നമ്മൾ എന്താ പറയുക, ഗോവയിലേക്ക് പോകുന്ന സമയത്ത്, കാസർഗോഡ് പോകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ മാത്രമേ കയറിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് ഓട്ടോ ആയിട്ട് പോയിരുന്നത്. അതുകൊണ്ട് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം എന്നറിയില്ല. ഏതാണ്ടൊക്കെ പണി തീർന്നു എന്നല്ല അവർ പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു 100-120 ചവിട്ടാൻ പറ്റുമെങ്കിൽ ചവിട്ടാൻ. പോവില്ല, 80 പോകുള്ളൂ. സ്പീഡ് കയറുന്നുണ്ട്. പിന്നെ എത്ര മണിക്കൂർ റണ്ണിങ് വെച്ചാൽ 4 മണിക്കൂർ റണ്ണിങ്ങാണ് നാട്ടിൽ നിന്ന് ഉണ്ടാവുക. അത് ഞങ്ങൾ 5 മണിക്കൂർ കൂട്ടിയുണ്ട് എന്തെങ്കിലും കാരണത്താൽ. ഇവിടെ ഒരു സൈൻ ബോർഡ് അല്ലേ? മുക്കം 7 കിലോമീറ്റർ, താമരശ്ശേരി 22 കിലോമീറ്റർ, കോഴിക്കോട് 29 കിലോമീറ്റർ, മാവൂർ 9 കിലോമീറ്റർ. നമ്മൾ മുക്കമാണ് 7 കിലോമീറ്റർ, താമരശ്ശേരി 22 കിലോമീറ്റർ. താമരശ്ശേരിയാണ് നമ്മൾ പിടിക്കുന്നത്. ഛർദി തന്നെ. അപ്പോൾ നമ്മളൊരു ടാബ്ലറ്റ് കരുതിയിരുന്നു, പക്ഷേ നമ്മൾ കുടിക്കുന്നില്ല, അതാണ് വിഷയം. ഇതൊക്കെയാണ് നമ്മൾ ഇവരെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ദൂരം പോകുന്നപ്പോഴേക്ക് തന്നെ ഇങ്ങനെയായി. ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഇപ്പം റെഡി ആയിക്കണ് അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഞാൻ ആൾ ഉഷാറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയടാ? അരീക്കോട് തന്നെയല്ലേ? അരീക്കോട് കഴിഞ്ഞ് പോകുന്നുണ്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വണ്ടി മുഴുവനായിട്ട് കാണിച്ചില്ല.
എടാ എന്താണ് ഇപ്പോൾ ഷോറൂം റേറ്റ്? ഞാനെടുത്തപ്പോൾ 7,82,600. GPS ഒക്കെ സെപ്പറേറ്റ്. ഇതിലിപ്പോൾ ഇജിപ്പോൾ വണ്ടി എടുത്തിട്ട് എന്തൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മളെന്താണ് ചെയ്യേണ്ട കാര്യമായിട്ട്? GPS നമ്മൾ 8,400 കൊടുക്കും. പിന്നെ ക്യാമറ ഡീസൽ 10 രൂപയും പിന്നെ സ്പീക്കർ അതൊക്കെ നമ്മൾ എക്സ്ട്രാ വെക്കണം. അതായത് നമ്മൾ ഫ്രണ്ടിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട് 4K ആണല്ലേ. അത് 24 hour റണ്ണിങ്ങിലോ നമ്മൾ എങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കത്തെ ക്യാമറ എവിടെ വെച്ചുള്ളത്? ഇതാ ബാക്കിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ മൊത്തത്തിൽ ലുക്കാണ്ടോ? KL 71N4057. നമ്മളെ ഫ്ലോറസ്റ്റ് 7171 എന്ന് പറയുന്നത് ഇതാണ്, ഈ രജിസ്ട്രേഷൻ നമ്പറാണ്. വണ്ടി അടിപൊളി, നല്ല ലുക്കാണ് കാണാനൊക്കെ, നല്ല അടിപൊളിയാണ്, സൂപ്പറാണ് അറിയില്ല കൊള്ളാം. അപ്പം എല്ലാവരും ഓനെ എറണാകുളംകാരൊക്കെ ഓനൊക്കെ ഓരോ ട്രിപ്പ് പിടിക്കട്ടോ, നമുക്ക് വാട്സപ്പിൽ ട്രിപ്പ് ചെയ്യുന്ന മാതിരി. അടിപൊളി. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പുറത്തു കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നൊരു ഫീല്. നേരെ മുന്നിലൊരു ചെറിയൊരു മല കാണാം. അതുപോലെ തന്നെ പിന്നെ ചെറിയൊരു ടൗണാണത്. സ്ഥലത്തിൻ്റെ പേര് കൂത്തുപറമ്പ്. കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണെങ്കിൽ ചർജിൻ്റെ വിഷയം നല്ല രീതിയിൽ വളർത്തുള്ളി കൊണ്ടുവയ്ക്കുകയാണ്. സ്ഥലങ്ങളൊക്കെ കാണാൻ പറയണ്ടോളോട്. വേണ്ട ത്തേക്ക് എത്തിയിട്ടുണ്ട്. മുക്കെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് ഓർമ്മ വരിക? മൊയ്തീനും കാഞ്ചനും. ഇപ്പം ഏതാണ്ട് 8-8:30 ആയതുകൊണ്ട് തന്നെ മുക്കൊക്കെ ഏതാണ്ടൊക്കെ ചെറിയ രീതിയിൽ ഉണർന്ന് വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും ഷട്ടർ പൊന്തണമെങ്കിൽ 9 മണി ആവുണ്ടാവാം. നോക്കിക്കോട്ടോ, അമ്മമാരൊക്കെ കയറ് ഇൻഡിക്കേറ്റർ ഇട്ടിങ്ങനെ നിർത്തിയൊക്കെ നോക്കണ്ട, ആരെയും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ TN വണ്ടി പോകുന്നുണ്ട്, അതൊരു പിക്കപ്പ്. അതിൽ നിറച്ച് പനനൊങ്കാണ്. അവരിനി ലൈനിൽ ഇങ്ങനെ ഇറക്കിയിട്ട് ഓരോ ആളുകളായിട്ട് ഇറങ്ങിയിട്ട് അത് സെയിൽ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ ഉണ്ടത്. അടിപൊളി, നല്ല ടേസ്റ്റാണ്. ഞാനിപ്രാവശ്യത്തിൻ്റെ തമിഴ്നാട് യാത്രയിൽ നമ്മൾക്ക് നൊങ്ക് മാത്രം കിട്ടിയിരുന്നില്ല, പക്ഷേങ്കിൽ നൊങ്കിൻ്റെ വെള്ളവും കാര്യമൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ കള്ളടക്കം നമുക്ക് കിട്ടിയതാണ്. പക്ഷേങ്കിൽ ഞാൻ കള്ള് ഉപയോഗിച്ചിരുന്നില്ല, ഞാൻ അന്ന് നൊങ്കിൻ്റെ വെള്ളം ഞാൻ കുടിച്ചതാണ്. അവരങ്ങനെ ടീമായിട്ട് പോയിട്ട് ഓരോ ലൈനിൽ ഓരോ സ്ഥലത്ത് സ്പോട്ടിൽ അവരെ നിർത്തി അവർ സാധനം ഇറക്കി അവർ സെയിലിങ് തുടങ്ങും. ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ്. നമ്മളെ മുന്നിൽ പോകുന്ന ടോറസിൽ ടാറുണ്ട്. അപ്പോൾ ഈ ടാറിൻ്റെ സ്മെല്ല് ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്, എന്നാൽ ചില ആളുകൾക്ക് അത് ഇഷ്ടാവില്ല. ഇപ്പോൾ ഛർദ്ദിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഏറെ ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇവനൊന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റും കൂടി കാണില്ലടേ, നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല ഇതിനൊന്നും. അപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് 39 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഈ റൂട്ടിന് കൊയിലാണ്ടിയിലേക്ക് പോകാന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ? പോകുമ്പോഴേ അറിയുള്ളൂ, പോയിട്ടില്ല, വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ കൂടെ വല്ലാതെ ഇറങ്ങിയിട്ടില്ല അല്ലേ? നമ്മൾ സാധാരണ നമ്മളവിടുന്ന് പോകണമെങ്കിൽ കോഴിക്കോട് വഴിയേ പോവുള്ളൂ. ചേങ്ങന്മാരപ്പം നമ്മൾ താമരശ്ശേരി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുപോയി അങ്ങനെ തിരിഞ്ഞും ചെയ്തു. പിന്നെ ഇവിടെ വേണ്ട അമ്മമാരെ എങ്ങനെ വേണം, കുട്ടികൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുക, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ താമരശ്ശേരി തിരികുകയാണ്. ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് 8:53-നാണ്. ഇവിടുന്ന് നമ്മൾക്കിനി 116 കിലോമീറ്ററും കൂടി ഉണ്ട്. 116 കിലോമീറ്റർ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചേങ്ങന്മാരെ ഞങ്ങൾ ഇപ്പോൾ എവിടെ ബാലുശ്ശേരി കഴിഞ്ഞിങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ വേറെ ഒന്നല്ല, കുട്ടികളിങ്ങനെ ഛർദ്ദിക്കുകയും ഒക്കെ ആയതുകൊണ്ട് അവളുടെ എനർജി ഫുള്ള് തീർന്നുണ്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കി വെച്ചിട്ട് ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയാൽ ഉറങ്ങി അല്ലേ? കുറച്ചേരം ഉറങ്ങിക്കോട്ടെ ഉഷാറായിട്ട്. ഞാൻ പോയിട്ട് കുറച്ച് ഓറഞ്ച് വാങ്ങിത്തരാം. 99 കിലോമീറ്റർ 12:19 നമ്മളവിടെ എത്തുന്നതാണ് കാണിക്കണത്. അപ്പോൾ ഇനി 99 കിലോമീറ്ററും കൂടിയാണ് നമുക്കുള്ളത് കേട്ടോ. ഏതാനും മണിക്കൂറുകളും മാത്രം ബാക്കി നിൽക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ഓറഞ്ച് തിന്നുണ്ട്, ശ്രദ്ധിക്കുക. ഓറഞ്ച് തിന്നുണ്ട്. അല്ലാത്തവരൊക്കെ ഉറങ്ങാണ്, മാത്രം ഇവിടെ ഓണായിക്കണുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒറ്റക്കാണ് തിന്നണത് അല്ലേ? നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10-70 കിലോമീറ്ററോളം പോകുന്നല്ലോ. ഇത്രയും ദൂരത്തേക്ക് നമുക്ക് റോഡ് വളരെ നല്ല റോഡുകളാണ്.
അതായത് പൊട്ടിപ്പൊളിഞ്ഞതോ അല്ലെങ്കിൽ കുണ്ടും കുഴിയുള്ള റോഡുകളൊക്കെ നമുക്ക് ആകെ ഇപ്പം ഇത്രയും പോകുന്ന ഒരു സ്ഥിതിക്ക് നമുക്കൊരു 3% കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ പോകുന്നതിൽ റോഡ് അടിപൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഗൂഗിൾ മാപ്പാണ് ഇട്ട് പോകുന്നത്. താമരശ്ശേരി വരെ നമ്മൾക്ക് നോർമലി ഞങ്ങൾക്ക് വഴി അറിയുള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇല്ലാതെ വരും. അല്ലാതെ നമുക്കിനി അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം ആവശ്യമായതുകൊണ്ട് തന്നെ അമ്മായി ജസ്റ്റ് ഒന്ന് കറക്കി ഞങ്ങൾ. ആ ഒരു കറങ്ങലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എവിടെയോ അല്ലേ എവിടെയോ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അതാണ് എന്തായാലും നോക്കാം. ഏതൊരു ബൈപ്പാസ് പോയി ചാടുന്നുണ്ട്. ബൈപ്പാസ് റോഡ് കോഴിക്കോട്. അപ്പം നമ്മൾ ഹൈവേ പോയി ചാടാം. ഇത് കണ്ടിട്ട് റോഡ് കണ്ടിട്ട് ഹൈവേ പോലെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. എൻ്റെ മക്കൾ രണ്ടാമത് നല്ല ഉറക്കം. അടിപൊളി കൊണ്ടിരിക്ക. നല്ല റോഡാ അല്ലേ? എങ്ങനെയുണ്ട്? ഓടിച്ചിട്ട് ക്ഷീണമുണ്ടോ? ഇപ്പം തന്നെ ക്ഷീണിക്കാൻ പാടില്ല. ഇനി ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. എനിക്ക് ഇനി ഒരുപാട് ദൂരം ഓട്ടാനുള്ളതാണ്. ഇതൊന്നുമല്ല. പോട്ടെ പിള്ളേരെ നമ്മളെ ആനവണ്ടിനെ മറിച്ചിട്ടിട്ടുണ്ട്. പൊട്ടയുണ്ട്. ഛർദി അതിരൂക്ഷമായപ്പോൾ ഒന്ന് നിർത്തിയിട്ട് ഒന്ന് ക്ഷീണമൊക്കെ മാറ്റായിരുന്നു. ഒന്നും ഉറങ്ങിയില്ലേ? നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. കുഞ്ഞാപ്പി ഉറങ്ങിയിട്ടില്ല. ആഴ്ച ഉറങ്ങി അല്ലേ? അങ്ങനെ കുഞ്ഞാപ്പി കുറേ വട്ടം ഇറങ്ങിയില്ലേ? ഒരു അത് അപ്പം ഞാൻ പോയി കണ്ടൊക്കെ ഓരോ പാലും വെള്ളം, അതായത് വെള്ളച്ചായ വാങ്ങിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വയറ്റിക്ക് തന്നാൽ ചെറിയ ആശ്വാസം കിട്ടുന്ന രീതിയിൽ ചെറിയൊരു കടയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. മറ്റൊരുക്കൊക്കെ വേണമെങ്കിൽ ഞാൻ മൂത്രമൊഴിക്കാനൊക്കെ പോവുകയും ചെയ്യാം. അപ്പം അതിനുകൊണ്ടൊക്കെ നിർത്തിയതാണ്. അടിപൊളിയിലെ നല്ല ഭംഗി. തുരുത്തോ? അവിടെ തുരുത്ത് എന്താ ഇതിൻ്റെ പേര്? കുറ്റിയാടി റിവർ. കുറ്റിയാടി റിവറാ? റിവറിൻ്റെ പേരിനതാ? കുറ്റിയാടി റിവർ എന്നാണല്ലോ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കണം. ഞങ്ങൾക്ക് ഇനി ഏതാണ്ട് 76 കിലോമീറ്ററോളുണ്ട്. ഞങ്ങൾ രാവിലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാതെയൊക്കെയാണ്. അപ്പോൾ നമ്മൾക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടണം. കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് വയറ് നനഞ്ഞോട്ടെന്ന് കരുതിയിട്ട് കൊടുത്തതാണ്. ഒന്ന് ഛർദ്ദിച്ചിട്ട്. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്തണം. NH66 ആണ്. നമ്മളിതിൽ അതിലും പോകട്ടെ. അതിലും പോകണ്ടല്ലോ. അതിലോട്ടോ. കാരണം ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കണ ഇതിൽ അതിലൊക്കെ ഇറങ്ങിയിട്ടാണ്. പോട്ടെ. ഇവിടെ ഇതിൻ്റെ വർക്ക് നടക്കണോണ്ടായിരിക്കും. ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് അതിലെ ഇങ്ങനെ കറക്കി കൊണ്ടുവരണം നമ്മൾ ചെയ്യുന്നത്. ആട്ടണ NH66 ഇവിടെ ഒന്നും ആയില്ലല്ലേ? ഇതിപ്പോൾ വടകരയല്ലേ? വടകര ആണ്. വടകര എത്തി. നമ്മൾ വടകര വളവിൽ 60 പോത്ത് അവിടെ തീരുന്നുണ്ട്. വടകരയൊക്കെ മേൽപ്പാലത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ ഒന്നും ആയില്ലല്ലോ. ഫാസ്റ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ഇന്നലത്തെ റിപ്പോർട്ട് കേൾക്കുമ്പോൾ ഇത് പ്രതീക്ഷിച്ച സമയത്ത് കഴിയില്ല, ഇനി 2 വർഷത്തോളം എടുക്കും എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എങ്ങനെയുണ്ട് യാത്ര? എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പറാ? ആണോ അല്ലേ? ഇവിടെ കുഴങ്ങിയാ? അത് ചാർജിട്ട് കുഴങ്ങിപ്പോയി. കുഴപ്പമില്ല, നമ്മള് നല്ല റോട്ടിന് പോണേ. സ്റ്റാർട്ടിംഗ് ആണ്. ഞാറിനില്ല. വണ്ടി സ്റ്റാർട്ടിങ് തന്നെയാണല്ലേ? അതിൽ സ്റ്റാർട്ടിങ് വളരെ സൈലൻ്റ് ആണ് വണ്ടി. അതാണ് മെയിനായിട്ട്. നമ്മൾ വീണ്ടും സ്റ്റാർട്ടാക്കി വരും. ആരാ കൈയാടറ? ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പി കുറേ നേരമായി നടക്കണം. പക്ഷേങ്കിൽ നമുക്ക് ഈ റൂട്ടിൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ അടയും കുത്തിരിക്കേണ്ട കയ്യിലൊരു കവർ പിടിച്ച് ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും പണി കഴിഞ്ഞ ഏരിയയിലേക്ക് ഞങ്ങൾ വണ്ടിയായിട്ട് കിടന്നിട്ടുണ്ട്. അവിടെ നമുക്ക് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നമുക്ക് ദൂരവും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ഹൈവേ NH66 നമ്മുടെ അഭിമാനമാണ്. കണ്ണൂരിലേക്ക് 34 കിലോമീറ്റർ, മാംഗ്ലൂർ 177, മുംബൈ 1069. അങ്ങനെ കാണണം. സ്ട്രൈറ്റ് ടേക്ക് ഫ്ലൈ ഓവർ ഉണ്ടല്ലേ? ടേക്ക് ഫ്ലൈ ഓവർ നോക്കുന്നുണ്ടോ? അത് ശ്രദ്ധിച്ചാൽ മതി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. മക്കളെ, നമ്മളെ നാട്ടിലാണത്. കാണികൾ നമ്മളൊക്കെ പുറത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹൈവേ ഒക്കെ കാണുമ്പോൾ ഈ ആന്ധ്രനെ, കർണാടകനെ, അതുപോലെ തന്നെ മഹാരാഷ്ട്രനൊക്കെ നമ്മളിങ്ങനെ പുകയത്തും. നമ്മുടെ
നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ അവരുടെയൊക്കെ ഉള്ളിലോട്ട് കയറുന്ന റോഡൊക്കെ വളരെ മോശമാണ്. പക്ഷെ നമ്മളുടെ ഇപ്പോൾ ഉള്ളും പുറവും നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു തുടക്കം ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. 3 ലൈനാണ് നമ്മളുടെ ഈ ഒരു ഫ്ലൈ ഓവറിലൂടെ പോകുമ്പോൾ നമുക്കുള്ളത്. ആ ഭാഗത്ത് 3 ലൈന്, അങ്ങനെ മൊത്തം 6 വരി പാതയാണ് ഇത്. ആഹാ, ഇതിലേക്ക് ഓട്ടോക്ക് നല്ലോണം ഇല്ല എന്നല്ലേ? പക്ഷേ ഓട്ടോയൊക്കെ പോകണ്ടല്ലോ. നമ്മൾക്ക് പിന്നെ സ്പീഡ് ഗവർണർ ഉണ്ടായതുകൊണ്ട് 80 കിട്ടുള്ളൂ സ്പീഡ്. അപ്പോൾ നമ്മൾ സ്പീഡ് ട്രാക്ക് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളൊരു ഭാഗത്തു കൂടെ മാത്രമാണ് പോകുന്നത്. ഇത് മതി അല്ലേ? നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇരുവശങ്ങളിലായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച ഈ തെങ്ങും അതുപോലെ തന്നെ മാവ്, പ്ലാവ്, കഴുങ്ങ്, ഇതൊക്കെയാണ്. മറ്റുള്ള നാട്ടുകൂടെയൊക്കെ പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്ത എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം അല്ലെങ്കിൽ ഹെക്ടർ കണക്കിന് സ്ഥലം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളി. ഇനി ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഒരു റെസ്റ്റോറൻ്റാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലാണ്. നമുക്ക് വെജിറ്റേറിയൻ കിട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റേറിയൻ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി അല്ലാന്നാണെങ്കിൽ നമ്മൾ കഴിക്കാമെന്നാണ് കരുതുന്നത് കേട്ടോ. ഈ ഒരു കട്ടമ്മ കൂടെ അങ്ങനെ വല്ലാതെ ടയർ കയറ്റണ്ട, പഞ്ചറാവും. ഒരു മാക്സിമം ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചർ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ആഹാ, കൊള്ളാം. അതെ, ഓവർടേക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലൂടെ വേണം ചെയ്യാം. അത് ഇൻഡിക്കേറ്റർ ഇടണം. നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്ക് 2 കണ്ണുണ്ടായാൽ പോരാ. നമ്മുടെ കണ്ണ് എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ണാണ്, ഇതൊന്ന് അതൊന്ന്, പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ 2 കണ്ണുകൾ. ഇതെല്ലാം നമ്മൾ ഫുൾ ടൈം വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം. കൃത്യമായ രീതിയിൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അതുപോലെ തന്നെ ട്രാഫിക് റൂൾസൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഓടിക്കാൻ നോക്കുക. ഇവിടെ സ്പീഡ് കാണിക്കുന്നത് 80-60 ആണ്. 80 കാരണം ട്രക്കുകൾക്കൊക്കെ 60 ആണ് കാണിക്കുന്നത്. ഇവിടെ റിവർ വരുന്നത് എന്താണ്? മാഴായിപ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയാണ്. പക്ഷേ ഇതിൽ കാണുന്നില്ല. പക്ഷേ ഇതിൽ നല്ല ഒരു വൈബ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക, ഒരു ക്ഷേത്ര ദർശന യാത്രയാണെങ്കിൽ പോലും ഒരു ടൂർ പോകുന്ന ഒരു ഫീല് നമുക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് എവിടേക്കോ പോയ പോലെ തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞില്ല, നമ്മളുടെ ഈ ഒരു ഹൈവേയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച തെങ്ങുകളുടെ മേൽഭാഗം മാത്രമാണ്. അതായത് ഈ പട്ടയൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അടിഭാഗത്ത് കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഫ്ലൈ ഓവറിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ നമ്മൾ പറശ്ശിനിക്കടവ് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഹൈവേ കണ്ട സന്തോഷത്തിൽ എത്രയും നേരം ഡയലോഗ് അടിച്ച്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ടോള് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ. നമ്മളിതിലേക്ക് കയറിയിട്ട് നമ്മളുടെ ആദ്യത്തെ ടോള് ഈ ഒരു ടോൾ തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയില്ല ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ, ഈ ഒരു ടോൾ തന്നെയല്ലേ ഉള്ളൂ. ഏതായാലും അത് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നോക്കി നമുക്ക് ടോളൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്ര സ്ട്രൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് റോഡ്. ആകെ 2 സ്ഥലത്താണ് പിരിവ് നടക്കുന്നത്. പക്ഷേങ്കിൽ ഇത് ഭയങ്കര ബ്ലോക്കിന് കാരണമാക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലേക്ക് നോക്കാൻ നല്ല ബ്ലോക്ക് ഉണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ഹെവി വെഹിക്കിൾസ് പോകുന്നതിൽ കുറച്ചും കൂടി സ്പീഡപ്പ് ആയിട്ട് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ 3 ട്രാക്കും പാടെ 2 ബൂത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാറ്, ജീപ്പ്, വാൻ, LMV 75 റൗണ്ട് ഓഫ് 4 സിംഗിൾ. അത് ഒറ്റ ട്രിപ്പില്ലേ? അപ്പ് ആൻഡ് ഡൗൺ 110 റുപ്യ കൊടുക്കണം. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ അപ്പോൾ 110 റുപ്യ കൊടുക്കണം. അതായത് നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ഇല്ലെങ്കിൽ 110 റുപ്യ കൊടുക്കണം, അല്ലെങ്കിൽ 75 റുപ്യ തരിക. അങ്ങനെ ആവാം. അത് എന്തായാലും സാധനങ്ങളില്ല, കുറേ നേരമായി പോയി. എൻ്റെ ഫ്രീ ടോൾ ക്രോസിങ് നിർത്തിയ അവിടെ പൊന്തിയ പൊക്കോ പോട്ടെ. ഓക്കെ, കായ് പോയി. അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടാവും 75 റുപ്യ എന്തെങ്കിലുമൊക്കെ. അത് നമുക്ക് നോക്കാം എത്ര വന്നെന്നുള്ളത്. ഹായ്, ഇവൻ നിങ്ങളെ പേടിപ്പിക്കണ്ട കേട്ടോ. ആരും ഇവിടെ നല്ല ഉറക്കറങ്ങി. അങ്ങനെ അവളെ നല്ല രീതിയിൽ ഉറങ്ങൽ തുടങ്ങി. അവൾ ഉറങ്ങട്ടെ. നമുക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഓൻ്റെ മകൻ. 2 കൈയൊക്കെ വിട്ടിട്ട് 2 കൈയും വിട്ടാണ്ട് ഈ എവിടുന്ന കണ്ടത് അങ്ങനെയൊക്കെ? അങ്ങനെ പോവില്ലടാ, തിരിക്കണ്ടേ, വളമൊക്കെ തിരിക്കണ്ടേ. അങ്ങനെ വണ്ടി വിടാൻ പാടില്ല. ഒരു ഹോട്ടൽ കുറേ തിരഞ്ഞു, കിട്ടിയില്ല. പിന്നെ അമ്പലത്തിൽ നിന്ന് കഴിക്കാന്ന് കരുതി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് വേഗം വിട്ടു നോക്കാം. എന്ന് പറഞ്ഞാൽ ആകെ ഒരു അരമണിക്കൂർ എണ്ണയും കൂടി അല്ലേ ഉള്ളൂടാ? അരമണിക്കൂറിൻ്റെ എത്തൂലേ?
അതായത് നമ്മൾ നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇനി നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് വെറും 21 കിലോമീറ്റർ ആണുള്ളത്. നമ്മളുടെ വണ്ടിയിൽ ഇനി 2 ഘട്ട CNG കൂടി കാണിക്കുന്നുണ്ട്. നമുക്ക് ഇനി അടുത്തൊരു CNGയിൽ കയറിയിട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ഒരു പമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, CNGൻ്റെ പമ്പ്. ഇത് ഇന്ത്യൻ ഓയിലാണ്. ഇവിടെ കയറിയിട്ട് നമുക്ക് എണ്ണ അടിക്കാം, CNG കയറ്റാം. 589 രൂപയ്ക്കാണ് നമ്മൾ ഇവിടുന്ന് CNG കയറ്റിയിട്ടുള്ളത്. അതായത് അപ്പോൾ നമ്മൾ ടാങ്ക് എത്ര ലിറ്ററാ? 9.5 കിലോന്റെ 9.5 കിലോനാണല്ലേ? കണക്കല്ലല്ലോ, ഇത് കിലോ കണക്കാണല്ലോ. ഓ അടിപൊളി. അങ്ങോട്ട് നോക്കാരിയാ. ആഹാ, സുന്ദരമായ കാഴ്ച. ഒരുപാട് തുരുത്തുകളൊക്കെ ഉള്ള സ്ഥലം. അതിമനോഹരം, അതേ മനോഹരം. ഇങ്ങോട്ട് നോക്കാം. അത് കടലിൻ്റെ ബാക്കിയാ, വെള്ളമുള്ള സ്ഥലമല്ലേ? എന്താ ടാറ്റ ആര്യാക്കണം. കടലിനൊക്കെ താറ്റ് കൊടുക്കുക, ലേക്കിനൊക്കെ താറ്റ് കൊടുക്കുക. മതി 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 മതി. നമ്മൾ ഞാൻ നേരെ മുന്നോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ വളപ്പട്ടണം പുഴയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കാഴ്ച കണ്ടങ്ങൾ. വാവ്, ബ്യൂട്ടി. അവിടെ ബോട്ടൊക്കെ പോകണമൊക്കെ അതില് മറ്റേ കണ്ടത് ബോട്ട്, ഹൗസ് ബോട്ട്. ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഓ കൊള്ളാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതാണ്ടൊക്കെ എത്തി. ഇനി ഇവിടുന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണുള്ളത്. നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരാണ്ട് കയറാണ്ടോ. ബോട്ട് പോണണ്ട കണ്ട. ഓക്കെ, സ്വാഗതം. ആത്തൂർ നഗരസഭ. ആന്തൂരാണല്ലേ. നമുക്ക് ചെറിയൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഇനി ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പോയി നോക്കട്ടെ. ഞങ്ങളെല്ലാവരും ഒരുപാടായിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു പരിചയം കിട്ടുന്നില്ല. നമുക്ക് അതിൽ ഇറങ്ങാനൊരു വഴിയുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കൂടെ അങ്ങനെയാണെങ്കിൽ അതിലൊരു വഴിയാണെന്ന് തോന്നുന്നുണ്ട്. റോഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ എല്ലാ വണ്ടികളും നിർത്തിയിട്ടുണ്ട്, അതിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കയറ്റി ഇട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഞങ്ങളിങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പറശ്ശിനി കടവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ചെങ്ങേമാര പീരീഡായി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കുവാണ്. ഇനി നമ്മൾ നേരെ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ് കേട്ടൊരു ഫുഡും കഴിച്ചിട്ട് നേരെ അങ്ങനെ നൈറ്റ് തന്നെ വിടുകയാണ്. ബാക്കി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതും കണ്ടിട്ട് അല്ലെങ്കിൽ കാണിച്ചിട്ട് അങ്ങനെ പോവാം നമുക്ക് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് എടുക്കുന്ന സമയം 8:05 8:05 നമ്മൾക്ക് ഏതാണ്ട് 4 മണിക്കൂറിലേറെ റണ്ണിങ് ഉണ്ട്. നമുക്ക് ഇതിൽ ടൈം കാണിക്കുന്നുണ്ട് 12:36 നമ്മളവിടെ എത്തുന്നതാണ്, നാട്ടിലെത്തുന്നതാണ്. പക്ഷേ എങ്കിൽ എത്താൻ ചാൻസ് ഇല്ല, നോക്കാം നമുക്ക്. ചെങ്ങമരപ്പം ഞങ്ങൾ കുറച്ച് മേലേക്ക് കയറിയിട്ട് അവിടെ പോയിട്ട് റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ച്. ഇവിടെ ഹോട്ടലുകളൊക്കെ വളരെയധികം കുറവാണ്. അതായത് ഒരു 8 മണിയാകുമ്പോഴേക്ക് തന്നെ ചെറുകിട ഹോട്ടലുകളൊക്കെ അടച്ചു പോവാണ്. പിന്നെ ലാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് ഒരു ബാറും റെസ്റ്റോറൻ്റാണ്. അപ്പോൾ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് ഏതാണ്ട് 173 കിലോമീറ്റർ ആണുള്ളത്. നമുക്ക് 4 മണിക്കൂർ 20 മിനിറ്റ് കാണിക്കുന്നുണ്ട് റണ്ണിങ് ടൈം. 1:30 ആവും നമ്മൾ എത്താൻ വേണ്ടി. സത്യം പറഞ്ഞാൽ നമ്മൾ 1:30 കഴിയും. നമ്മൾ 2 മണി ആ റേഞ്ചൊക്കെ ആവും എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഔട്ടാണ്. എന്തേലും അതിലൊക്കെ മുന്നിലേക്ക് കാണിച്ചു തരാം. വല്ല തലല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ. ചെങ്ങന്മാര നമ്മൾ ഈ ഒരു പാലം കയറി പോകുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ലൈറ്റ് ഇട്ടാണ് പോകുന്നത്. അവിടെ കാണുന്നതൊക്കെ ബോട്ടാണ്, ഹൗസ് ബോട്ടുകളിലായിരുന്നു. അവിടെ ഹൗസ് ബോട്ട് ലൈറ്റൊക്കെ നമുക്ക് നദിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടൊക്കെ ഫുള്ളായിട്ട് ഇരുടായി. എന്താ ആകെ ഇരുടായിട്ടാ. ഇത് ഞങ്ങൾ നാദാപുരം റോട്ടിലാണുള്ളത്. നാദാപുരത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ എങ്കിൽ റോട്ടിലല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു അമ്പലത്തിൻ്റെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട് തോന്നുന്നു. നമ്മൾക്ക് നേരെയാണ് പോകേണ്ടത്. പക്ഷേ എങ്കിൽ നേരെ അവർ വണ്ടി വിടുന്നില്ല. കാരണം അവിടെ വെടിക്കെട്ട് പരിപാടിയൊക്കെ ഉണ്ടാവും. അത് ഞങ്ങൾ നേരത്തെ കണ്ടു. അങ്ങനെയെങ്കിൽ പരിപാടി ഗംഭീരമായിട്ട് നടക്കട്ടെ. ഞങ്ങൾ ഏതൊരു ഊടുവയിലൂടെ കയറ്റി വിട്ടിട്ടുണ്ട്. ഏതോ ഒരു ടൗണിലേക്ക് നമ്മളെത്തും. അങ്ങനെയെങ്കിൽ ഈ വഴി വളരെയധികം എന്താ പറയുക ദുർഘട പാതയാണ്.
മോശമാണ്, പോക്കറ്റ് റോഡല്ലേ, ആകെ ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പുള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമ്മളെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:53 ഇനി നമ്മൾക്ക് 117 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ശരിക്കും അവിടെ ബ്ലോക്ക് കുടുങ്ങിയിട്ടില്ലെങ്കിൽ 1:24 എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ 1:45 ഇനി എത്തുള്ളൂ. ചെങ്ങന്മാരെ ഞങ്ങൾ കറങ്ങിത്തിരിച്ച് സ്വന്തമായിട്ട് പോയി കണ്ടെത്തി വന്നപ്പോഴേക്ക് ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വന്നിക്കണം. ഘോഷയാത്ര ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് വരും, അപ്പോഴേക്ക് വേണം. റോട്ടിൽ നിന്നൊക്കെ മറിക്കുമോ? കുടിച്ചതിനെക്കാട്ടിയും വലുത മടയിൽ പറഞ്ഞ മാതിരിയാണ് നമ്മൾ വന്ന് ചാടിയത്. വലിയൊരു ജനസാഗരത്തിലേക്കായിരുന്നു. ഈ ഒരു മടിച്ചിക്കല്ല തടിച്ചല്ലട്ടാ ഓലൊക്കെ പറയും. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ പോയിട്ടില്ലേ നടക്കൂല. ചെങ്ങന്മാരെ 1:04 1:05 നമ്മൾ അരീക്കോടാണ്. ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് കരുതി നിർത്തിയതാണ്. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മക്കളൊക്കെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുവാണ്. ആര്യത് അവിടെ കിടക്കുന്നു, ബാക്കി 2 പേര് അവിടെ കിടക്കുന്നു, പിന്നെ ചിന്നും അതുപോലെ തന്നെ അഞ്ചും അവിടെ. ചെങ്ങാവരപ്പോൾ ഞങ്ങൾ വണ്ടി എന്താ പറയുക, ഞാൻ കുറച്ച് ദൂരം വെറും ഒരു 25 കിലോമീറ്റർ ഞാൻ നിർത്തി കൊടുത്ത്. അത് മാത്രം ഞാൻ ആകെ കൂട്ടി, ബാക്കി ഫുള്ള് ഓനോട്ടി. ഞാൻ വീഡിയോ എടുക്കേണ്ട വിഷയമായിട്ട് അങ്ങനെ സുഖമായി പോയി. എന്തായാലും ഡിക്കിന്ന് കണ്ട് ഫോട്ടോ എടുക്കാണ്ട് ഫോട്ടോ ഇനി അവളോട് ഡ്രസ്സ് ഉണ്ട് ഇതിൽ, അത് ഞാൻ എടുത്തോളാം. പിന്നെ വീട്ടിലേക്ക് പോകണം. കാഷ്ടിച്ചതാണിത്. ഉള്ളിക്കായിണ്ടാവും. ഇല്ല, ഞാൻ അടച്ചപ്പുണ്ടായിരുന്നില്ല. അത് വവ്വാലെന്താണ് ഓക്കെ. ഗുഡ് മോർണിംഗ്. ഏത് കൈ കൊണ്ട് തരാം ആയിക്കോട്ടെടാ. ഓക്കെ ഓക്കെ. വാ ഓള കയ്യിൽ ഫുൾ ലോഡാണ്. എൻ്റെ കയ്യിൽ ക്യാമറ മൊബൈലും ഒക്കെ ഉണ്ട്. വീട്ടിൽ കത്തട്ടെ. ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഞങ്ങൾ 3 പേര് ഒരു അടിപൊളി ഫോട്ടോ അല്ലേ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ശരിക്കും അമ്മയോട് കൂട്ടിയിട്ട് നമുക്കൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കേണ്ടതാണ്. എൻ്റെ വീക്കിൽ അവളെപ്പോൾ ഇറങ്ങിയത് അറിയാനൊക്കെ. ഏതായാലും നമുക്ക് ക്ഷേത്രത്തിനകത്തൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഉള്ള പെർമിഷൻ മാത്രമല്ല ആർക്കും ഇല്ല അത്. അപ്പോൾ പിന്നെ അതിന് നമ്മൾ മുതിർന്നിട്ടില്ല. അവിടുത്തെ ചെറിയ ഷോട്ടുകളൊക്കെയാണ് ഞങ്ങളെ കാണിച്ചത്. എന്തായാലും ഒരു ചെറിയൊരു യാത്രയായിരുന്നു, എന്നാൽ പോലും അതിഗംഭീരമായൊരു യാത്രയാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്തിയ സമയം എന്ന് പറയുന്നത് 1:30 കഴിഞ്ഞിട്ടുണ്ടാവും. 1:50 അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കിടക്കുക. ജലദോഷം പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, തണുപ്പും കൊണ്ട് ഇങ്ങനെ പോന്നിട്ട്. അങ്ങനെ പറഞ്ഞ പോലെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നാളെ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.